പൊതുവേ നമ്മുടെ മാധ്യമങ്ങൾ, എനിക്കൊന്ന് ദേശീയ മാധ്യമങ്ങൾ എല്ലാം സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഈ പറയുന്ന പോലെ വലതുപക്ഷത്തെ എപ്പോഴും പ്രീണിപ്പിച്ച് നിർത്തുക, അല്ലെങ്കിൽ ഒരു എപ്പോഴും ഒരു UDF ചായവോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ചായവോട് കൂടിയിട്ട് പോവുകയാണ് ഇപ്പോൾ എല്ലാ ദേശീയ മാധ്യമങ്ങളുടെ ഒരു രീതി തന്നെ. അത് നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കും, തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരിനെ സന്തോഷിപ്പിക്കാനാണോ എന്ന് വിചാരിക്കുമെങ്കിൽ അങ്ങനല്ല. തെരഞ്ഞെടുപ്പിന് മുന്നേ മുതലേയും അങ്ങനെ തന്നെയാണ്. അതേസമയം ഇടതുപക്ഷം അധികാരത്തിലിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ, മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കൂട്ടാൻ വേണ്ടി മൈക്കിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ അതിനെ ഭയങ്കര രീതിയിൽ പൊലിപ്പിച്ച് കാണിക്കുകയും വലിയ രീതിയിൽ അതിനെ വാർത്തയാക്കുകയും ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വൈകുന്നേരത്തെ ചർച്ച വരുന്ന സമയത്ത് മിക്കവാറും ടോക്ക് ഇതായിരുന്നായിരിക്കും. അങ്ങനെ വരെയും ഈ സബ്ജക്റ്റുകളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതൊന്നും കാണാനില്ല. അതായത് പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്കുകൾ നമ്മൾ കാണാറില്ല. അത് എന്തെങ്കിലും നമ്മുടെ മുന്നിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ മേ ബി അത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വഴി മാത്രമാണ്. ഒരിക്കലും ദേശീയ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീണിപ്പിക്കൽ നയം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ UDF സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ കയറാനുള്ള കാരണങ്ങളിലൊന്ന് മാധ്യമങ്ങളാണ്. അതിൽ ഞാൻ പറഞ്ഞ എല്ലാ കാരണങ്ങളും അല്ല, അതിലൊരു കാരണമായിട്ട്, അൾട്ടിമേറ്റ് എന്നുള്ള നിലയിലല്ല പറഞ്ഞത്, ഒരു കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളെ തന്നെയാണ്. കാരണം ഇവിടെ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് തരംഗം, അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയും, ആൻറ്റി ഇൻകംബൻസി എന്ന് പറയും. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു തരംഗം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു വലിയ പങ്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്ത് നോക്കണ്ട. ഇപ്പം അധികാരത്തിൽ കയറി VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പം VD സതീശൻ അന്ന് നടത്തുന്ന പത്രസമ്മേളനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ. അന്ന് VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ തിരുവായ്ക്ക് എതിർവായില്ല എന്ന നിലയിലാണ് ശരിക്കും മാധ്യമങ്ങളുമായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്. താൻ പറയുന്ന എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടേഴ്സിൻ്റെയോ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു വിചാരമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. ഒരു വലത് മൃദു സമീപനം. അപ്പം ഈ ഒരു സമീപനം മൂലം ഇവിടെ ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടായി വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, പുനർജനി എന്ന് പറയുന്ന ഇപ്പം നിലവിലുള്ള ഒരു കേസ് നമുക്ക് ആലോചിച്ച് നോക്കുകയുള്ളൂ. ഈ പുനർജനി എന്ന് പറയുന്ന ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, പുനർജനിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഈ തട്ടിപ്പ് എന്തുകൊണ്ടാണ് കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ വലതുപക്ഷ അധികാരത്തിലിരിക്കുന്ന സൊസൈറ്റികൾ, ഈ സഹകരണ സംഘങ്ങൾ, അവിടെ പലയിടങ്ങളിലും വലിയ തോതിലുള്ള വെട്ടിക്കൽ നടന്നിട്ടുണ്ട്, കോടികളുടെ ഫണ്ട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. എവിടെയാണ് മാധ്യമങ്ങൾ വാർത്ത ചെയ്തത്? ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിൽ പോലും, അല്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ആണെങ്കിൽ പോലും, സഹകരണ സംഘങ്ങളിൽ നടന്നിട്ടുള്ള വലിയ ഫണ്ട് തട്ടിപ്പ് കേസുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ചർച്ച ചെയ്യപ്പെട്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ചെറിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബുള്ളറ്റിനകത്തോ അല്ലെ ഒരു ദിവസത്തിലെ പല ബുള്ളറ്റിനകത്ത് ചിലപ്പോൾ പലപ്പോഴും ആ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊന്നും കേരളത്തിൽ ഒരു വലിയ ദീർഘ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ എന്തോ മാധ്യമങ്ങൾക്ക് വലിയ മടിയായിരുന്നു. നമ്മൾ കരുവന്നൂർ തട്ടിപ്പ് നോക്കിയുള്ളൂ. കരുവന്നൂർ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരുവന്നൂർ എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന കരുവന്നൂർ സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പ്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? അതേസമയം നമുക്ക് UDFന്റെ ഏതെങ്കിലും ഭരണസമിതി ഇരിക്കുന്ന ഏതെങ്കിലും സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് നടന്നൊരു അഴിമതി എന്തുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരാത്തത്? മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മാധ്യമങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിനെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി, അതിനെ ഊതി വീർപ്പിച്ച് പെരുപ്പിച്ച്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം വാർത്ത ചെയ്യാനും ഇവിടുത്തെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കാനും വരെ പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. അത് എത്ര ദിവസം ചർച്ചയായി? അതേസമയം എനിക്ക് തോന്നുന്നു ഒരു ചാനൽ, റിപ്പോർട്ടർ ചാനലാണെന്ന് തോന്നുന്നു, ആ ചാനലിൽ ഇരുന്നു കൊണ്ട് രമേശ് ചെന്നിത്തലയോട് ജിമ്മി ജെയിംസ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ ഇത് വലിയ വാർത്തയായല്ലോ, അങ്ങ് ആണ് മുഖ്യമന്ത്രി ആയിരിക്കുന്നതെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. അന്നേരം രമേശ് ചെന്നിത്തല പറഞ്ഞ് കൊണ്ടുപോകും, അതിനെന്താ പ്രശ്നം?
എന്നാണ് രമേശ് ചെന്നിത്തല എടുത്ത വായിൽ അതിനെ മറുപടിയായിട്ട് ആ മാധ്യമപ്രവർത്തനോട് ചോദിക്കുന്നത്, ആ ഇന്റർവ്യൂവറോട് ചോദിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി ചോദിക്കുന്നത് അപ്പോൾ അത് ശരി എന്നുള്ളൊരു ചോദ്യത്തിൽ അങ്ങ് അവസാനിച്ചു. എന്തുകൊണ്ടാണ് ഇതൊരു പിന്നീട് ഇതൊരു പബ്ലിക്കായിട്ട് എത്തായിരുന്നു, ഒരു പബ്ലിക് ഡൊമൈനിൽ അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്, ഒരു പബ്ലിക് ഡൊമൈനാണ് ഒരു ചാനൽ എന്ന് പറയുമ്പോൾ. ആ പബ്ലിക് ഡൊമൈനിൽ അദ്ദേഹം കൊടുക്കുക, ആർക്കും ആക്സസിബിലിറ്റി ഉണ്ട്. ആ ഒരു ഇന്റർവ്യൂ കാണാൻ എനിക്കും പറ്റും, വിദ്യയ്ക്കും പറ്റും, കേരളത്തിൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് സാധിക്കും. അപ്പം എന്നിട്ട് കൂടി എന്തുകൊണ്ടത് ചർച്ചയിലേക്ക് വന്നില്ല? രമേശ് ചെന്നിത്തല നയം വ്യക്തമാക്കി, വെള്ളാപ്പള്ളിയോട് എതിർപ്പുകളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വാർത്ത വന്നില്ല? ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പ്രീണനം എന്ന് പറയുന്ന ഒരു സാധനം. നമ്മുടെ കേരളത്തിൽ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോജക്റ്റ്, അതായത് നമ്മുടെ ലഹരിയായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി വിമുക്തമാക്കുക നമ്മുടെ സംസ്ഥാനത്തെ എന്ന് പറഞ്ഞുകൊണ്ട് യോദ്ധാവ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് വലുതായിട്ട്? യോദ്ധാവ് എന്നായിരുന്നു ആ പ്രോജക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളിപ്പോൾ തൂഫാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ആ തൂഫാൻ എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ് തൂഫാൻ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്കറിയാം. ഇവിടുത്തെ ലഹരി കടത്തിനെ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് തൂഫാൻ. എന്താണ് ഇത് നേരത്തെ ചർച്ച ചെയ്യപ്പെടാഞ്ഞത്? അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ യോദ്ധാവ് എന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല അത് ചർച്ചയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുകയുള്ളൂ. ഇപ്പം വിദ്യനെ സൂചിപ്പിച്ചൊരു കാര്യം, മുഖ്യമന്ത്രി മൈക്ക് പണിമുടക്കി എന്ന് പറയുന്നൊരു സാധനം. അതിന് മൈക്ക് ആളിനെ വിളിച്ചിട്ട് പുള്ളി ദേഷ്യപ്പെട്ടു, മൈക്ക്. അപ്പം ദേഷ്യപ്പെട്ട സാഹചര്യത്തിൽ അത് വലിയ വാർത്തയായി. പക്ഷേ എന്തുകൊണ്ടാണ് കറണ്ട് പോയ സമയത്തും അല്ലെന്നുണ്ടെങ്കിൽ ഈ മറ്റേതൊരു വലത് പക്ഷ ആൾക്കാരും സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചർച്ചയിലേക്ക് വരുന്നില്ല? അത് ചർച്ചയിലേക്ക് വരില്ല. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അതുകൊണ്ടാണ് പലപ്പോഴും എം സ്വരാജിന് പറയേണ്ടി വന്നിട്ടുള്ളത്, ഒരിക്കലും മാധ്യമങ്ങളുടെ പരിലാളനയേറ്റ് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷം എന്ന് പലപ്പോഴും എം സ്വരാജിന് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഈ ഇപ്പോൾ തന്നെ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇവിടേക്ക് യാത്ര നടത്തിയിരുന്നല്ലോ, മംഗലാപുരത്തേക്ക്. എത്ര മാധ്യമങ്ങൾ എന്തിനാണ് പോയത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു വിവരം നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ വി ഡി സതീശനിൽ നിന്നും അങ്ങനെ ഒരു ഉത്തരം എത്ര മാധ്യമങ്ങൾ ചകഞ്ഞെടുത്തിട്ടുണ്ട്, ഇല്ലേ? അപ്പം അദ്ദേഹത്തിന്റെ പ്രിവിലേജ് എന്താണ്? മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? നിങ്ങൾ ദേശാഭിമാനിയും കൈരളിയും ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം പറയലല്ല എന്റെ പണി എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് നിങ്ങളുടെ പണി എന്ന് ചോദിക്കാൻ ബാക്കിയുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അവിടെ ദേശാഭിമാനിക്ക് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്, രാജീവ് ചന്ദ്രശേഖർ നീ ഇവിടെ നിൽക്കരുത്, നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയില്ല എന്ന് കൈരളി ടി വിയിൽ ഒരു മാധ്യമപ്രവർത്തകയോട് കയർത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർ എത്ര പേരാണ് അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുള്ളത്? ഇല്ലേ? ഇവിടെ അത് ഒരു പത്രപ്രവർത്തകന്റെ അവകാശമാണ്. അദ്ദേഹം കൈരളി ടി വിയാണോ ദേശാഭിമാനിയാണോ ചോദ്യം ചോദിക്കുന്നത് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതൊരു മാധ്യമപ്രവർത്തകൻ, കൈരളി ആണെങ്കിലും ദേശാഭിമാനിയാണെങ്കിലും റിപ്പോർട്ടർ ചാനലാണെങ്കിലും ഏത് ചാനലാണെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നെങ്കിൽ അത് ജനങ്ങളുടെ ചോദ്യമാണ്. ആ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത ആ സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴും അത് വാർത്തയാവുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതേപോലെ ഒഴിഞ്ഞു മാറിയാൽ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എത്ര കാലം ഇപ്പോഴും അതൊരു പ്രയോഗമായി നിൽക്കുകയല്ലേ നമ്മുടെ കേരളത്തിൽ. മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കാണ്, പാർട്ടി സമ്മേളനം നടക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു രഹസ്യ കമ്മിറ്റി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാധ്യമങ്ങൾ ഇടിച്ചു കയറിയപ്പോൾ പുറത്ത് കിടക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അത് എത്ര കാലം ചർച്ചയിൽ വന്നിരുന്നു? എത്ര കാലം? അതേസമയം നിങ്ങൾ ഇവിടെ നിന്ന് ഇനിയും ചോദ്യം ചോദിച്ചാൽ നിങ്ങളെ പുറത്തിറക്കി വിടും എന്ന് മാധ്യമപ്രവർത്തകരോട് വി ഡി സതീശൻ ആക്രോശിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാതെ പോയത്? അത് ചർച്ചയിൽ വന്നില്ല. ഇപ്പോഴും കടക്ക് പുറത്തൊരു പ്രയോഗമാണ്, നിങ്ങളെ ഞാൻ ഇറക്കി വിടും എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ചർച്ചയിലേക്ക് വരുന്നില്ല? രണ്ടും ഏകദേശം ഒരേ എഫക്റ്റ് അല്ലേ? അതെ, അത് ആദ്യം തന്നെ ഈ പറയുന്ന നമ്മുടെ ഗേറ്റ് തുറന്നു കൊടുത്തു മാധ്യമങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ വാർത്ത ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ചു. ആ ഗേറ്റ് അടച്ചതിനെ പറ്റി ഇന്ന് വരെ വാർത്ത വന്നിട്ടില്ല. നോർത്ത് ഗേറ്റ് അടച്ചതിനെ കുറിച്ച് പിന്നീട് വാർത്ത വന്നിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില ആൾക്കാരുകളാണ്. അത് ട്രോളുകൾ വന്ന അങ്ങനെ അത് ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ട് ഈ പറയുന്ന വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇപ്പോഴും പലരും വാർത്തകളെ മാത്രം അല്ലെ ടി വി ചാനലിൽ മാത്രം വാർത്തകൾ കാണുന്ന, പത്രങ്ങൾ മാത്രം വായിച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ ഇത് കാണുന്നുള്ളൂ, ട്രോളുകൾ കാണുന്നുള്ളൂ. അപ്പോഴും വാർത്തകൾ മാത്രം കാണുന്നവര് എന്താണ് വിചാരിക്കുക? അതെ, ഇപ്പോഴും നോർത്ത് ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. അതിന് സമര ഗേറ്റ് എന്നാ പറയുന്നത്. സമര ഗേറ്റ് ഇപ്പോഴും തുറന്നു കിടക്കുകയാണെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അത്രയ്ക്ക് ധൈര്യശാലിയാണ് ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അത് മുന്നണിയിൽ നിന്ന് മാറിപ്പോയി. അതായത് CPM-ൽ LDF എന്ന് പറയുന്ന മുന്നണിയിൽ നിന്ന് മാറി UDF-ലേക്ക് ലയിച്ച RSP നേതാവാണ് NK പ്രേമേന്ദ്രൻ. അപ്പോൾ ഒരു പ്രസംഗം മധ്യേ അദ്ദേഹത്തെ പരനാറി എന്ന് വിശേഷിപ്പിച്ചു. അത് പിണറായി വിജയൻ പറഞ്ഞ ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ്.
പക്ഷേ അത് ഇന്നും ആ പ്രയോഗം പരനാറി പ്രയോഗം ആ പരനാറി പ്രയോഗം എന്ന് പറയുന്ന പ്രയോഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിണറായി വിജയനെ പോലും പല ആൾക്കാരും ഈ രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം എന്നിട്ട് അതിനുശേഷം പിന്നീട് നമുക്കറിയാം കേരളത്തിൽ സമരാഗ്നി എന്ന് പറയുന്ന ഒരു പരിപാടി ആലപ്പുഴയിൽ എത്തിയ സമയത്ത് ബാബു പ്രസാദ് അടക്കമുള്ള DCC അധ്യക്ഷനും ഇന്ന് പിന്നെ നമ്മുടെ പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കുന്ന നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ ഇരിക്കുന്ന ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് കെ സുധാകരൻ എന്ന് പറയുന്ന MP KPCC അധ്യക്ഷൻ അന്ന് VD സതീശനെ വിളിച്ചൊരു തെറിയുണ്ട്. ഒരു നമുക്കെല്ലാവരും കേട്ടിട്ടുള്ള തെറിയാണത്. ആ തെറി കേരളത്തിൽ എത്ര തവണ ചർച്ച ചെയ്യപ്പെട്ടു? കേരളത്തിൽ എത്ര അത് പിന്നീട് ഈ പിന്നെ വലതുപക്ഷ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ചയിലേക്ക് പോയോ? അങ്ങനെ തെറി വിളിച്ചു, അത് തെറി തന്നെയാണ്. അത് മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് വിളിച്ച ഒരു തെറി. മാധ്യമങ്ങൾ അപ്പോഴും ക്യാമറ ഓണാണ്, മൈക്ക് അവിടെ ഇരിപ്പുണ്ട്. ബാബു പ്രസാദ് എന്ന് പറയുന്ന അന്നത്തെ DCC അധ്യക്ഷനാണ് കേട്ടത്. അവിടെ പിന്നെ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് എന്തേ ഇത് മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയില്ല? എന്നിട്ട് ഈ ചോദ്യം ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ VD സതീശനോട് ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞ എന്താ, ഞങ്ങൾ സഹോദര ബന്ധമാണ്, നിങ്ങൾ ചേട്ടാനിയന്മാർ തമ്മിൽ അങ്ങനെ വിളിക്കാറില്ലേ, അങ്ങനെ കരുതിയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവായി. അപ്പം ഒരു മുന്നണി മാറ്റം നടത്തി കാലുവാരി പുറത്തേക്ക് പോയ ഒരാളെ ഈ പറയുന്ന പോലെ NK പ്രേമേന്ദ്രൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നതാണ് ഇടതുപക്ഷ മന്ത്രിസഭയിൽ. അദ്ദേഹമാണ് പിന്നെ മുന്നണി മാറി UDF പോയത്. ആ സമയത്ത് പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രയോഗം നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു തെറ്റില്ല അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നതിൽ. കാര്യം ആ വഞ്ചന കാണിച്ചിട്ട് പോയ ഒരാളാണ്. അപ്പം ഇവിടെ എന്തിനാ അങ്ങനെ വിളിച്ചത്? ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു KPCC അധ്യക്ഷൻ, ഒരു പ്രതിപക്ഷ നേതാവ്, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യുന്ന രീതി ഇതാണ്. എന്തുകൊണ്ടാണ് അത് വലിയ ചർച്ചയിലേക്ക് പോയിരുന്നത്? അല്ലെങ്കിൽ തന്നെ അത് എന്നാ പുറത്തേക്ക് വരുന്നത്? ഈ തെറിവിളി എന്നാണ് പുറത്തേക്ക് വരുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. അതെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് ഈ തെറിവിളി പുറത്തേക്ക് വരുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ വിജയിച്ചു, ഇവിടെ എന്താ പറയുക, ചാണ്ടി ഉമ്മൻ വിജയിച്ചു. അന്നൊരു പത്രസമ്മേളനം വിളിച്ചു. പത്രസമ്മേളനത്തിൽ പിന്നെ എല്ലാവരും കൊടുത്ത ബൈറ്റ് ഏതാ? കെ സുധാകരൻ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ബൈറ്റുകളാണ് എല്ലാവരും അന്ന് കൊടുത്തത്. അതേസമയം പിന്നെ അതും കഴിഞ്ഞ് എത്ര നാളുകൾക്ക് ശേഷമാണെന്നറിയോ ഈ മൈക്ക് നീക്കി വെക്കുന്ന വിവാദം ഉണ്ടായത്? അല്ലെ, മൈക്ക് നീക്കി. എന്തുകൊണ്ടാണ് അന്ന് മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തു കൊടുക്കായിരുന്നത്?